ഹലോ ഗൈസ്, ഇന്ന് ക്ലാസ്സിലേക്ക് പോകണേ. ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. അനിയത്തിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ലേറ്റ് ആയിരുന്നേ. പിന്നെ എൻ്റെ ക്ലാസ്സിലെ ചേച്ചീനെയും കൂടെ കിട്ടിയത് കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ എന്തല്ലേ, അതൊരു പ്രത്യേക ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ക്ലാസ് കഴിയാറായപ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റിയത്. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ഉള്ളൊരു നിമിഷമായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർക്കാനുള്ള നിമിഷങ്ങളാണ് ഇതെല്ലാം. ഇതിൽ ഞങ്ങൾ പറയുന്നത് ഇവളെൻ്റെ വല്യമ്മയുടെ മോളും അവൾ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് ഇതുമെന്നാണ് അതിൽ പറയുന്നത്. നാടെ ഒരു കുരങ്ങിച്ച് ഇങ്ങനെ നടന്നു വരുന്ന കണ്ടോ. ഉറപ്പായിട്ട് എല്ലാവരും നല്ല രീതിയിൽ മിസ് ചെയ്യും. ശരിക്കും എന്താ പറയണ്ടേ, എല്ലാവരോടുമുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സ്കൂൾ കാലഘട്ടമാണെങ്കിലും കോളേജ് കാലഘട്ടമാണെങ്കിലും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. മാക്സിമം എല്ലാവരോടും ഇണക്കങ്ങളൊക്കെ ആവാം, പിണക്കങ്ങളും ആവാം, പക്ഷേ അത് അധികം നീണ്ടു പോവാതെ നോക്കണം. പിന്നെ ഒരു കുട്ടി ഗിഫ്റ്റ് എല്ലാ സാറന്മാർക്കും ഉണ്ടായിരുന്നു. ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു സന്തോഷം. എനിക്ക് നമ്മളെ അത്രയും പഠിപ്പിച്ച് ഈ ഒരു രീതിയിൽ എത്തിച്ചതല്ലേ, അതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വലുതായിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സന്തോഷം അത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എന്തോ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് തിബിച്ചേട്ടൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഒരു കരോക്കെ ഇട്ട് പാട്ട് പാടിയായിരുന്നു. അതിനുശേഷം മേഘയും മെറീനയും പാടിയിട്ടുണ്ട്. അതൊന്നും ഇത് ആഡ് ചെയ്തിട്ടില്ല, അതാ ഇതിൽ തന്നെ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ഒരു സമയമായി. കഴിച്ചിട്ടുള്ള എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നത് കണ്ടു. ഓ വാ വരെ വാ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയാൻ അടിപൊളി ബിരിയാണിയായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അവളൊരു ചെറിയ തലയാട്ടോ, പക്ഷേ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുത്തി വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് ഇങ്ങോട്ടിനി വരാനാ, പക്ഷെ ഒരിക്കൽ വരണം, എന്നെങ്കിലും ഒരിക്കൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. ആര് പോവില്ലേ, ഒരു മിനിറ്റ്. എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ